ഹലോ, ഐ എം ശ്രദ്ധ. കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൻ്റെ ആവേശത്തിലാണ് സ്പോർട്സ് പ്രേമികൾ. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 7 വരെ നടക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം പതിപ്പിൻ്റെ താരലേലം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ആദ്യ സീസണിൽ ലീഗിൻ്റെ സാമ്പത്തിക സംഭാവന 30 കോടി രൂപയായിരുന്നു. ഇങ്ങനെ സ്പോർട്സിന് പുറമെ ഹോസ്പിറ്റാലിറ്റി, ഗതാഗതം തുടങ്ങിയ സേവന മേഖലകളിലെ പ്രാദേശിക ബിസിനസ്സുകൾക്ക് വരുമാനത്തിൽ കരുത്തു പകരുകയാണ് KCL. അതുകൊണ്ട് തന്നെ സ്പോർട്സ് പ്രേമികൾക്കൊപ്പം കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളെയും KCL ആവേശത്തിലാഴ്ത്തും. ട്രിവാൻഡ്രം റോയൽസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആലപ്പി റിപ്പിൾസ് എന്നീ ടീമുകളിലാണ് KCLൽ മാറ്റുരയ്ക്കുക. ഈ ടീമുകളിൽ നിന്നും മാത്രം കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഫ്രാഞ്ചൈസി ഫ്രീയായി 14 കോടി രൂപ വാർഷിക വരുമാനം ലഭിക്കും. സംസ്ഥാനത്തെ ക്രിക്കറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലന, ടാലന്റ് ഡെവലപ്മെന്റ് തുടങ്ങിയവ ശക്തമാക്കുന്നതിൽ ഇത് നിർണായകമാണ്. കളിക്കാർക്കുള്ള വരുമാനമാണ് KCLന്റെ മുഖ്യ ആകർഷണം. പ്രതിഫല തുകകളിൽ പുതിയ റെക്കോർഡ് കുറിച്ചായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലേക്കുള്ള താരലേലം പൂർത്തിയായത്. 26.8 ലക്ഷം രൂപയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയ സഞ്ജു സാംസണാണ് ഈ സീസണിലെ വിലയേറിയ താരം. ആകെയുള്ള 168 താരങ്ങളിൽ നിന്നും 91 പേരെയാണ് വിവിധ ടീമുകളിൽ ലേലത്തിലൂടെ സ്വന്തമാക്കിയത്. ഇത്തരത്തിൽ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് ലഭിക്കുന്ന വമ്പൻ പ്രതിഫലത്തിലൂടെ നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് KCL നേരിട്ട് ഗുണം ചെയ്യുന്നു. സ്റ്റാർ സ്പോർട്സും ഏഷ്യനെറ്റ് പ്ലസുമാണ് KCLന്റെ ബ്രോഡ്കാസ്റ്റ് പങ്കാളികൾ. ബ്രോഡ്കാസ്റ്റ് പങ്കാളിത്തത്തിലൂടെയും സംപ്രേഷണ അവകാശത്തിലൂടെയും വേറെയും കോടികൾ KCയുടെ പോക്കറ്റിലെത്തും. സ്പോൺസർഷിപ്പ് വരുമാനമാണ് KCLന്റെ മറ്റൊരു നേട്ടം. സഞ്ജു സാംസണിനെ പോലെയുള്ള അന്താരാഷ്ട്ര താരങ്ങൾ ലീഗിലേക്ക് എത്തുന്നതോടെ KCLന്റെ സ്പോൺസർഷിപ്പ് വരുമാനം വർദ്ധിക്കും. ലീഗിന്റെ ജനപ്രീതി വർദ്ധിക്കുന്നതിലും സഞ്ജുവിന്റെ വരവ് നിർണായകമാണ്. ഇതിലൂടെ KCLന്റെ ബ്രാൻഡ് മൂല്യം വർദ്ധിക്കുന്നു. ഭാവിയിൽ ഉയർന്ന സ്പോൺസർഷിപ്പ് ഡീലുകൾ ലഭിക്കാൻ ഇത് സഹായിക്കും. ടീമുകളുടെ താമസം, ട്രാവൽ എക്സ്പെൻസ്, ട്രെയിനിങ് സൗകര്യങ്ങൾ, ലോജിസ്റ്റിക്സ് എന്നിവയിലൂടെയും KCL സംസ്ഥാനത്തിന് മികച്ച വരുമാനം നൽകും. ഹോസ്പിറ്റാലിറ്റി, ഗതാഗതം, സ്പോർട്സ് സേവന മേഖലകളിലെ പ്രാദേശിക ബിസിനസ്സുകൾക്ക് KCL മുതൽക്കൂട്ടായി മാറുകയാണ്. ആദ്യ സീസണിൽ ലീഗിന്റെ സാമ്പത്തിക സംഭാവന 30 കോടി രൂപയായിരുന്നു. ഹോട്ടലുകൾ, ടാക്സികൾ, കേറ്ററിംഗുകൾ, മീഡിയ ഏജൻസികൾ, പ്രിന്റിംഗ് പ്രസ്സുകൾ, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ബിസിനസ്സുകൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യും. ലീഗ് നേരിട്ടും അല്ലാതെയും സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങളും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ സീസണിൽ KCL 700-ലധികം നേരിട്ടുള്ള ജോലികളും 2500-ലധികം ഇൻഡയറക്റ്റ് തൊഴിലുകളും സൃഷ്ടിച്ചു. മീഡിയ, ഈവന്റ് മാനേജ്മെന്റ്, സപ്പോർട്ട് സ്റ്റാഫുകളിൽ 40% സ്ത്രീകളായിരുന്നു എന്ന സവിശേഷതയുമുണ്ട്. ഈ വർഷം സ്റ്റേഡിയത്തിനുള്ളിൽ ഫുഡ് കോർട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി കുടുംബശ്രീ യൂണിറ്റുകളുമായി KCA പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്.